പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപക തസ്തികയിലേക്ക് ജോലി ചെയ്യണമെങ്കിൽ ഒരു യോഗ്യതാ പരീക്ഷ പാസ്സാകണം. അതിൻ്റെ പേര് കേറ്ററ്റ്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ്. ആ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ നിങ്ങളെ ഒരു പുഷ്പമെടുക്കുന്ന ലാഘവത്തോടെ കൊണ്ടുപോകാൻ, വിജയശ്രീ ലാളിതരാക്കാൻ ഞങ്ങൾ എൻട്രി സജ്ജമായി കഴിഞ്ഞു. ആ സജ്ജീകരണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് കേറ്ററ്റ് യോധ 1.0. കേറ്ററ്റ് കാറ്റഗറി 3 എന്ന ഒരു തലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന ഒരു മേഖലയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എന്ന് പറയുന്നത്. ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005-ലെ 4 ചോദ്യങ്ങൾ, ആ 4 ചോദ്യങ്ങളുടെ 4 ഓപ്ഷനുകൾ, ആ 4 ഓപ്ഷനുകളുടെ 4 തരം വിശദീകരണങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. അക്കോർഡിംഗ് ടു NCF 2005 ദ ടീച്ചർ ഷുഡ് ബി. നിങ്ങൾക്കറിയാം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠ്യപദ്ധതി ചട്ടക്കൂടാണ്. ഒരു അക്കാദമിക് ഇയറിൽ ഒരു സ്കൂളിലെ അക്കാദമിക്, നോൺ അക്കാദമിക്, കരിക്കുലാർ, എക്സ്ട്രാ കരിക്കുലാർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശക രേഖയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയത് 2005-ലാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 വലിയ തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് രാജ്യത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ് NCF 2005. ആ NCF 2005 എന്ന് പറയുന്ന ആ സംശയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആര് എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. അക്കോർഡിംഗ് ടു NCF 2005 ദ ടീച്ചർ ഷുഡ് ബി. ടീച്ചർ ആരായിരിക്കണം? ഓപ്ഷൻ എ, പെർമിസീവ് എന്ന് പറയുന്നത്, അതായത് ഏതൊരു കാര്യത്തിനും പെർമിഷൻ ഗ്രാന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നാണോ? ഓപ്ഷൻ എ ആണോ ശരി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓപ്ഷനെ നിങ്ങൾ വൈകാരികമായല്ല, യാഥാർത്ഥ്യപരമായി റിയാലിറ്റിയിലായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്തിനും ഏതിനും പെർമിഷൻ കൊടുക്കുന്ന ഒരു അധ്യാപകനാണോ 2005 എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പ്രബുദ്ധന്മാർ തയ്യാറാക്കിയ നയരേഖ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്ന ഒരു പെർമിസീവ് പേഴ്സൺ ആകണമോ? ഓപ്ഷൻ ബി, അതോറിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഐഡിയലിസം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ് മുതൽ ഇങ്ങോട്ട് ഒരു പക്ഷേ ചില സ്കൂളുകളിലെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കുന്ന അതോറിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും ലീഡർഷിപ്പിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരാളായിട്ട് ഒരു കുട്ടികൾ ഭയപ്പെടുന്ന ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടാണോ മാറേണ്ടത്? ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ, ഒരു സഹപാഠിയെ പോലെ, ഒരു ലീഡറിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു ഫിലോസഫറിനെ പോലെ, ഒരു ഗൈഡിനെ പോലെ ഓവറോൾ കുട്ടികളോട് നിൽക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറണമോ അതോ ഈ പറഞ്ഞ 3 അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ 4 ഓപ്ഷനെ ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. The teacher should be a facilitator only. 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 The teacher should be a facilitator only എന്ന ആൻസർ തന്നെ നിങ്ങൾ എടുക്കും. പഠിച്ചു വെച്ചോ, മറക്കരുത്. ഓർമ്മയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക്, ലോങ് ടേം മെമ്മറിയുടെ ഹിപ്പോ ക്യാമ്പസിലേക്ക് നിങ്ങൾ ഓർത്തു വെക്കേണ്ട പേരാണ് അക്കോർഡിംഗ് ടു NCF 2005 the teacher should be a facilitator only. So the next question നോക്കിയേ. The National Curriculum Framework 2005 derives its understanding from, അതായത് നമുക്കറിയാം lots of school of thoughts are available. നിങ്ങൾ BEdന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, cognitive constructivism,
ജസ്റ്റാൾട്ടിസം, സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസം, ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ, ഒരുപാട് അപ്രോച്ചസ്, സമീപനങ്ങൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് സ്കൂൾ ഓഫ് തോട്ട്സ് ആർ അവൈലബിൾ അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് വില്യം വൂണ്ട് മുതൽ ഇങ്ങോട്ട് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് വരെയുള്ള സൈക്കോളജിസ്റ്റുകളുടെ സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കരിക്കുലം ഫ്രെയിംവർക്കിന് ഫോളോ ചെയ്തിരുന്ന സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു ബിഹേവിയറിസം എന്ന് പറയുന്നത്. എന്നാൽ അതിനൊരു വലിയ മാറ്റം 1997 ശേഷം ഉണ്ടായി. കേരളത്തിലും ഓൾ ഇന്ത്യ ലെവലിലും ഉണ്ടായി. 2005 NCF തയ്യാറാക്കുമ്പോൾ, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കുമ്പോൾ അവർ ഇതിൽ ഏത് സ്കൂൾ ഓഫ് തോട്ടാണ് അപ്രോച്ചസ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ സ്കൂൾ ഓഫ് തോട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബിഹേവിയറിസം എന്ന് പറയുന്നത് പാവ്ലോവിന്റെയും തോണ്ടക്കിന്റെയും സ്കിന്നറുടെയും ജെബി വാട്സന്റെയും സ്റ്റിമുലസ് റെസ്പോൺസിന്റെയും റെസ്പോൺസ് സ്റ്റിമുലസിന്റെയും ഒക്കെ ബന്ധങ്ങൾ പറയുന്ന എനി മാനിഫെസ്റ്റേഷൻ ലൈഫ് ഈസ് ആക്ടിവിറ്റി, ബിഹേവിയർ ഇസ് ദ കളക്റ്റീവ് നെയിം ഫോർ ദീസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റ് ആണോ NCF 2005 കൊണ്ടുവന്നിരിക്കുന്നത്? 2 കൺസ്ട്രക്റ്റിവിസം ആണോ, നിർമ്മിതിവാദമാണോ? ദ ചൈൽഡ് കൺസ്ട്രക്ട് ദ നോളജ്, ദ ചൈൽഡ് ബിൽഡ് ദ നോളജ്, ദ ചൈൽഡ് ഇവാലുവേറ്റ് ദ നോളജ്, ആൻഡ് ദ ചൈൽഡ് മേക്ക് ഹൈപ്പോത്തിസിസ് അബൌട്ട് ഹിസ് ഓൺ നോളജ്, ആൻഡ് ദ ചൈൽഡ് ക്രിയേറ്റ് നോളജ് ഫ്രം ഹിസ് പ്രീവിയസ് ലേണിംഗ്. സോ constructivism ആണോ? Knows and knowledge creates from the society, from the surroundings, from the experience. Lots of activities here related to constructivism. Vygotsky, Brunner, Piaget. Then the cognitive theory related to constructivism. Constructivism ബന്ധമാണ് cognitive theory. ബട്ട് അവിടെ നമ്മൾ കുറെ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും മെമ്മറി, റീകോൾ, റിട്ടൻഷൻ എന്ന കോൺസെപ്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിയറീസ് പറയുന്നു. അതുകൊണ്ട് അത് കോഗ്നിറ്റീവ് തിയറിയാണ്. ഇൻ ദ ലാസ്റ്റ് വൺ ജസ്റ്റാൾട്ടിസം. ഓക്കെ, യു നോ 5 ഫിനോമിനൻ. ഓക്കെ, ഒരുപാട് ലോസ് ഉണ്ട്, ജസ്റ്റാൾട്ട് ലോസ് ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെ വെച്ചുകൊണ്ടാണ്, ഇൻസൈറ്റ് ലേണിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണോ NCF 2005 വന്നിട്ടുള്ളത്? ഇത് 4-ൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നിങ്ങൾക്കറിയാൻ കഴിയും. നമുക്കറിയാം, നേരത്തെ ചോദ്യം കൂടി നമ്മൾ അങ്ങോട്ട് പരിചയപ്പെട്ടതേ ഉള്ളൂ. എന്താണ് നേരത്തെ ചോദ്യം? ദ ടീച്ചർ ഷുഡ് ബി, അക്കോർഡിംഗ് ടു NCF, ടീച്ചർ ഷുഡ് ബി ഫെസിലിറ്റേറ്റർ ആണെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികളോട് ഒരു കൂട്ടുകാരനെ പോലെയാണ്, ഒരു സഹപാഠിയെ പോലെയാണ് എങ്കിൽ അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ്, സംഘടിത പഠനമുണ്ട്, അവിടെ സഹവർത്തിത പഠനമുണ്ട്, അവിടെ കോഓപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്, അവിടെ അധ്യാപകൻ ഒരു സഹായിയാണെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഉണ്ട്, SZPD ഉണ്ട്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഉണ്ട്, അവിടെ സ്കഫോൾഡിംഗ് ഉണ്ട്, കൈത്താങ്ങുണ്ട്. സോ ഓൾ ഓഫ് യു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു NCF 2005. The school of thought related to NCF 2005 is constructivism. കുറച്ചുകൂടി ബ്രോഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ constructivism by Lev Vygotsky. He is a Russian psychologist. Put forward the concept scaffolding, collaborative learning, cooperative learning, scorn of proximal development, more knowledgeable others. Okay, then the next one is in the National Curriculum Framework 2005, under the heading examination reform, which of the following reform have been suggested? ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്ന് പറയുന്നത് BEd എടുത്തില്ലെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റും, TTC എടുത്തില്ലെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റും, സെറ്റ് ഇല്ലെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോജിക്കാണ്, ചോദ്യത്തിന്റെ ഓപ്ഷനിൽ നിന്നുള്ള ലോജിക്കാണ്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു ഇവാലുവേഷൻ ആണ്.
അല്ലെ? അതൊരു അസസ്മെന്റ് ആണ് അല്ലെ? അസസ്മെന്റും ഇവാലുവേഷൻ ആണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 അണ്ടർ ദ ഹെഡിങ് എക്സാമിനേഷൻ റിഫോംസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിഫോം ഹാസ് ബീൻ സജസ്റ്റഡ്? ഏതാണ് ഇതിൽ നിന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്? NCF 2005 ഓപ്ഷൻ എ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. വാട്ട് ഈസ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ? പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ കോപ്പി എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ബ്രോഡ് സെൻസിൽ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള എക്സാമിനേഷനേക്കാളും ഒരുപാട് മുകളിലാണ്. കാരണം ഒരു ടോപ്പിക്കിനെ, ഒരു കണ്ടന്റിനെ ഒരു കുട്ടി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നത് അവന്റെ റെഫറൻസിനെ ബേസ് ചെയ്തിരിക്കും. അവന്റെ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മെറ്റീരിയൽസ് കൊണ്ടുവരാം, അവന് ബുക്സ് കൊണ്ടുവരാം, അവന് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരാം, അവന് എല്ലാ മെറ്റീരിയൽസ് മാഗസിൻസ് കൊണ്ടുവരാം. ഇത് കൊണ്ടുവന്നതിന് ശേഷം അവന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തെ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണ്. ആ അപ്ലൈ ചെയ്യുന്ന ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇതിന് നമ്മൾ മറ്റൊരു പേര് പറയും ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയും. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓർ ഫോർമേറ്റീവ് അസസ്മെന്റ് ഓർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. ഇത് എല്ലാം കൂടി ചേർന്നു ഡേ ടു ഡേ ലൈഫിൽ ഒരു അക്കാദമിക് ഇയർ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസങ്ങളിൽ ഒരു കുട്ടിയുടെ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൂടി, അക്കാദമിക് ആക്ടിവിറ്റീസ് എല്ലാം കൂടി വിലയിരുത്തുന്ന ഒരു അധ്യാപകൻ വിലയിരുത്തുകയാണെങ്കിൽ അതിനെ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ പോർട്ട്ഫോളിയോ യൂസ് ചെയ്യാറുണ്ട്, കുട്ടിയുടെ മാർക്ക് യൂസ് ചെയ്യാറുണ്ട്, എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ് വേണം എന്ന് NCF പറഞ്ഞിട്ടുണ്ടോ? ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വേണം എന്ന് NCF പറഞ്ഞിട്ടുണ്ടോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഓഫ് ഇവാലുവേഷൻ. ഗ്രൂപ്പ് ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൊളാബറേറ്റീവ് അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് കിടക്കുന്ന ഓൾ ഓഫ് ദി അബോവ്. ഇതിൽ ഒരെണ്ണം പോലും നെഗറ്റീവ് സൈഡിലേക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. സോ ഇതെല്ലാം NCF 2005 എക്സാമിനേഷൻ റിഫോം ആയിട്ട് സ്ട്രെങ്തൻ ചെയ്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. Which one of the following is not a guiding principle of National Curriculum Framework 2005? 2005 NCF-ല് പറയുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് ഗൈഡിംഗ് പ്രിൻസിപ്പിൾ അല്ല. NCF 2005 പറയുന്ന ഗൈഡിംഗ് പ്രിൻസിപ്പിൾസിൽ അല്ലാത്ത ഓപ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ഇതൊക്കെ നമുക്ക് ലോജിക്കായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിനകത്തിരിക്കുന്ന കോൺസെപ്റ്റുകൾ, ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായും ഇതിനെക്കുറിച്ച് ഒരു നല്ല അനുമാനത്തിലെത്താൻ കഴിയും. കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അതായത് ഓപ്ഷൻ എ പറയുന്നത് സ്കൂളിന് പുറത്തേക്ക് ഉള്ള ജീവിതവുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ അറിവ് പകർന്നു നൽകേണ്ടത്. നല്ലൊരാശയമാണ്. ഒരിക്കലും അതൊരു ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തത് മേക്കിംഗ് എക്സാമിനേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇൻ ദ ക്ലാസ് റൂം ലൈഫ്. അതായത് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നടത്തുകയും അതൊരു ബേർഡൻ ആയിട്ട് മാറാതിരിക്കുകയും അതുപോലെ തന്നെ ക്ലാസ് റൂമുമായി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ന് പറയുന്നു. അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇനി മൂന്നാമത്തത് ലേണിംഗ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ദ റോട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തനത്തിന് പ്രാധാന്യം നൽകി ആവർത്തിച്ച് വായിച്ച് പഠിക്കുക, മനപ്പാഠം പഠിക്കുക. ഇറ്റ്സ് നോട്ട് മച്ച് എഫക്റ്റീവ് ലേണിംഗ് പ്രോസസ് അല്ലേ? ഒരു നല്ല ലേണിംഗ് പ്രോസസ് അല്ല. മാത്രമല്ല വൈഗോട്സ്കിയും പിയാഷയും ബ്രൂണറും അസുബൽ തുടങ്ങിയ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ ഒരിക്കലും അർത്ഥപൂർണമല്ലാത്ത ഒരു പഠനത്തെ അവർ പ്രൊമോട്ട് ചെയ്യുകയുമില്ല. കാരണം റോട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ആവർത്തനത്തിന് ഊന്നൽ നൽകുന്നതാണ്. അതുകൊണ്ട് അത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് അല്ല എന്ന ധാരണ ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി ഓപ്ഷൻ ഡി നോക്ക്, എൻറിച്ചിങ് ദ കരിക്കുലം ടു പ്രൊവൈഡ് ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ റാദർ ദാൻ റിമെയിൻ ടെക്സ്റ്റ് ബുക്ക് സെന്റർ. അതായത് വെറും ക്ലാസ് മുറികളിലെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് അല്ല, പാഠപുസ്തകം പഠിക്കലല്ല അറിവ് നേടൽ എന്ന് പറയുന്ന, മറിച്ച് അവന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എന്ന് പറയുന്നു. അതും NCF 2005 ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് ആണ്. സ്വാഭാവികമായും തെറ്റെന്ന് പറയാൻ കഴിയുന്നത് ഓപ്ഷൻ സി ആണ്. ലേണിംഗ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ദ റോട്ട് മെത്തേഡ്. ഇറ്റ്സ് റോങ് ആൻസർ. അത് തെറ്റാണ്. ഓപ്ഷനിൽ ഇതാണ് ഇപ്പോൾ ശരിയായിട്ട് നമുക്ക് ഉത്തരമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ബാക്കി മൂന്നും അതിന്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കൂടുതൽ
കാര്യങ്ങൾ വിശദമായ രീതിയിൽ വിലയിരുത്തലുകൾക്കും മറ്റുമൊക്കെ പഠനത്തിനും വേണ്ടി നിങ്ങൾ എത്രയും വേഗം കാറ്റഗറി 3ഓ 1ഓ 2ഓ ഇല്ലാത്തവരാണോ ഉടൻ തന്നെ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യുക.